തൃശൂർ ജില്ലാ കായികമേളയിൽ പ്രതിഷേധവുമായി അധ്യാപകർ. മത്സരങ്ങൾ ആരംഭിക്കാനിരിക്കെയാണ് കായിക അധ്യാപകരുടെ പ്രതിഷേധം നടക്കുന്നത്. കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് അധ്യാപകരുടെ പ്രതിഷേധം. സബ് ജില്ലാ കായികമേളകളിലും അധ്യാപകർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധിച്ചിരുന്നു. പ്രതിഷേധം തുടർന്നാൽ മത്സരങ്ങളുടെ നടത്തിപ്പിനെ ബാധിക്കുമെന്നുള്ളതാണ് ആശങ്ക. LP തലത്തിൽ കായികാധ്യാപക തസ്തികയില്ല. ഹയർ സെക്കൻഡറി തലത്തിൽ കായികാധ്യാപക തസ്തികയില്ല. നമുക്കറിയാം, കായികമേളയിൽ 80% ഇവന്റ്സ് നടക്കുന്നത് പ്ലസ് ടുക്കാർക്ക് വേണ്ടിയിട്ടാണ്. അവിടെ കായികാധ്യാപകരില്ല. അപ്പൊ ഈ കുട്ടികൾക്കെല്ലാം കായിക പരിശീലനം ലഭ്യമാകണം, കായിക വിദ്യാഭ്യാസം ലഭ്യമാകണം. ഇപ്പോൾ നമുക്ക് ഗവൺമെന്റ് തന്നിരിക്കുന്ന ഒരു പാഠപുസ്തകമുണ്ട് കായിക വിദ്യാഭ്യാസത്തിന് വേണ്ടി. എന്നാൽ അത് പഠിപ്പിക്കാനായി ഇന്നിവിടെ ആളുകളില്ല. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ഈ നിസ്സഹകരണം നടക്കുക. MS ലിഷോയ് വിവരങ്ങളുമായിട്ടുണ്ട്. ലിഷോ, ഇപ്പോൾ ഈ കായികമേള നടക്കുന്നതിനിടയിലാണ് ഈ പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അത് മേളയുടെ നടത്തിപ്പിനെ ബാധിക്കുമെന്നതിൽ സംശയമില്ല. ഇവരുടെ ഈ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ മന്ത്രിയുമൊക്കെ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണോ? നേരത്തെ ഈ കാര്യങ്ങൾ സർക്കാരിനെ ബോധിപ്പിച്ചതാണോ? ഈ പ്രതിഷേധം ഇങ്ങനെ തുടരാനാണോ? എന്തെങ്കിലും അനുനയ നീക്കമൊക്കെ നടക്കുന്നുണ്ടോ? അതായത് ഇന്നത്തെ പ്രതിഷേധം അവസാനിച്ചു. രാവിലെ ആയിരുന്നു പ്രതിഷേധം നടന്നത്. അതൊരു പ്രത്യക്ഷ വലിയ പ്രതിഷേധം എന്നുള്ള രീതിക്ക്, ഒരു പ്രതീകാത്മക പ്രതിഷേധം എന്നുള്ള രീതിക്കാണ് നടത്തിയത്. ഈ കറുത്ത വസ്ത്രം അണിഞ്ഞെത്തുകയും പ്രതിഷേധത്തിന്റെ പോസ്റ്ററുകളൊക്കെ തന്നെ കയ്യിൽ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള സ്റ്റിക്കറുകളൊക്കെ തന്നെ ആയി അവിടേക്ക് എത്തുകയായിരുന്നു. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ കായികമേള തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയില്ല. പക്ഷേ ഇവരുടെ ഒരു പ്രശ്നം, ഈ കായികാധ്യാപക തസ്തികകളുടെ ഒരു പ്രശ്നം ഇല്ലാത്തതും ഒക്കെയായുള്ള പ്രശ്നം അത് നേരത്തെ തന്നെ ഉള്ളതാണ്. അതിൽ പക്ഷേ ഇതുവരേക്കും ഒരു തീരുമാനമായിട്ടില്ല. അത് ഇപ്പോഴും തുടരുക തന്നെയാണ്. വരും ദിവസങ്ങളിൽ അത് രൂക്ഷമാകാനാണ് സാധ്യത. കാരണം സംസ്ഥാന കായികമേള ഉൾപ്പെടെയുള്ളവ നടക്കുന്നതിന് മുന്നോടിയായാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ വീണ്ടും ചർച്ചയാവുന്നത്. തീർച്ചയായിട്ടും കുറെ കാലങ്ങളായി, ദീർഘനാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അത് ആവർത്തിച്ച് അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കണമെന്നുള്ളതാണ് കായിക അധ്യാപകർ ഈ പ്രതിഷേധത്തിലൂടെ അർത്ഥമാക്കുന്നത്. പക്ഷേ മേളയുടെ നടത്തിപ്പിനെ ഇത് ബാധിക്കുമോ എന്നുള്ളതാണ് ആശങ്കയായി ഉയരുന്ന കാര്യം. MS ലിഷോയ് വിശദാംശങ്ങൾ നൽകിയത്.